നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിൻ്റെ റിസൾട്ട് നിലവിൽ ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെയാണ്. ആൺകുട്ടികൾ മാത്രം അപേക്ഷിക്കുന്ന ഡ്രൈവറിൻ്റെയാണ്. പിന്നെ പെൺകുട്ടികൾ ഉൾപ്പെടെ അപേക്ഷിച്ചിട്ടുള്ള കോൺസ്റ്റബിൾ മെയിൽ അതുപോലെ ഫീമെയിൽ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് പോസ്റ്റിൻ്റെ റിസൾട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഉടനടി വരുന്നതായിരിക്കും. റിസൾട്ട് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കോൺസ്റ്റബിൾ വന്നിട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, പെൺകുട്ടികളുടെ കൂടെ വരുന്നതായിരിക്കും. അതുകൂടി അപ്ഡേറ്റ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. അതിനായി പ്രോപ്പറായി ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ ഡൽഹി പോലീസിൻ്റെ റിസൾട്ട് നോക്കാനായിട്ട് ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നോട്ടീസ് ബോർഡിലും കാണാൻ സാധിക്കും ഒരു ഓപ്ഷൻ. നമ്മൾ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണ്. റിസൾട്ടിൽ കാണാൻ സാധിക്കുന്നതാണ് റിസൾട്ടിൽ നമ്മുടെ ഡൽഹി പോലീസ് വന്നിട്ടുണ്ട്. ഇവിടെ റൈറ്റ് അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയെടുക്കാൻ, കട്ട് ഓഫ് എത്രയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ മെയിൻ ലിസ്റ്റ് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തൊട്ടടിയിലായിട്ട് ESMൻ്റെ ലിസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. എക്സ് സർവീസ്മെൻ്റെ ആണത്. അപ്പോൾ ഇവിടെ റൈറ്റ് അപ്പിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സോ കട്ട് ഓഫിലേക്ക് എടുക്കുകയാണെങ്കിൽ ജനറലിന് 83, OBCക്ക് ഏകദേശം 83, EWSന് 83 ചില്ലറയാണ് വന്നിട്ടുള്ളത്. പോയിന്റ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ, പോയിന്റ് ഇത്ര മാർക്ക്. SCക്ക് 78, STക്ക് 74 എന്നിങ്ങനെയാണ് മാർക്ക് വന്നിട്ടുള്ളത്. ആകെ മൊത്തം 8218 ഉദ്യോഗാർത്ഥികളാണ് എക്സാം പാസ്സായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നത്. ഇനി വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ റിസൾട്ട് എന്ന് പറയുന്നൊരു ബട്ടൺ ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റിസൾട്ടും കൂടി ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ റിസൾട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ലിസ്റ്റ് ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ഫോർ PET അതുപോലെ തന്നെ MT, നമ്മുടെ ട്രേഡ് ടെസ്റ്റ് എല്ലാത്തിനും വേണ്ടിയിട്ട് ക്വാളിഫൈ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത ആൺകുട്ടികളുടെ ലിസ്റ്റാണ്. അപ്പോൾ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഉദ്യോഗാർത്ഥിൻ്റെ പേര്, ഫാദറിൻ്റെ നെയിം, മദർ നെയിം, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊടുത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ റോൾ നമ്പർ ഈ ഒരു സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. ഉദ്യോഗാർത്ഥികളുടെ ഡീറ്റെയിൽസ് നമുക്ക് 200-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ 8200 8200-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. SSCൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള അപ്ഡേറ്റും ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട.